ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾക്ക് ഒരു പക്ഷേ കീം സ്കോർ കുറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ +2 മാർക്ക് കുറഞ്ഞു പോയേക്കാം എന്ന് പേടിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ +1 ഇംപ്രൂവ് എഴുതിയിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും സ്വപ്നം കാണുന്നത് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ഫാർമസി കോളേജിൽ അഡ്മിഷനാണ്. കീമിലൂടെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ടിരിക്കുക. കാരണം ടെൻഷൻ അടിക്കേണ്ട, ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. എങ്ങനെയെന്നും നിങ്ങൾ ഏത് രീതിയിൽ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ നോക്കി കാണണമെന്നും കൃത്യമായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും ഈ വീഡിയോയിൽ പറയും. അപ്പോൾ അതിനു മുമ്പ് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഇതുപോലെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കീം സ്കോർ മാത്രമാണ്. നിങ്ങൾ പോയി പരീക്ഷ എഴുതിയതിൻ്റെ നോർമലൈസ്ഡ് സ്കോറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇത് വെറും ഒരു ഘടകം മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വെറും 50% എന്ന് പോലും ഞാൻ പറയില്ല, 40% സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്കോർ മാത്രമാണ്. അത് വെച്ച് നിങ്ങൾക്കൊരു ഫൈനൽ റാങ്കിലേക്ക് പൂർണ്ണമായും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് 3 ഘടകങ്ങൾ വേറെയുമുണ്ട്. ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ കീം സ്കോർ, രണ്ടാമത് എന്ന് പറയുന്നത് ഇനി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന +2 മാർക്ക്, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു, അതിനപ്പുറം നിങ്ങൾ എങ്ങനെ അലോട്ട്മെന്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നതിലിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഒരു വ്യക്തിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന കീം സ്കോർ, ഞാൻ മാർക്ക് കൃത്യമായിട്ട് പറയുന്നില്ല, ഒരു 80% ഇരിക്കട്ടെ. ഇനി +2 റിസൾട്ട് വരുമ്പോൾ അത് +2 എല്ലാ വിഷയങ്ങൾക്കുമല്ല, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എടുക്കുമ്പോൾ അതൊരു 90% ഉണ്ട് എങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൂടി നോർമലൈസ് ചെയ്ത് വരുമ്പോൾ ഫൈനൽ സ്കോറിൽ 85% കിട്ടും. അത് സ്റ്റുഡൻറ് എ. ഇനി സ്റ്റുഡൻറ് ബിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കീം സ്കോർ 90% ഉണ്ടെന്ന് വിചാരിക്കാം. നല്ല എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി 90% ഉണ്ട്. പക്ഷേ വരുന്ന +2 മാർക്ക് ഒരു 60% എങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അവസാന സ്കോറിൽ 75% ഉള്ളൂ. അതായത് ഇപ്പോൾ കീം സ്കോർ കുറഞ്ഞ വ്യക്തിക്കാണ് ഇപ്പോൾ 85% കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ആരാണ് മുന്നേറാനുള്ള ചാൻസ് കൂടുതൽ? അത് ഈ കീം സ്കോർ കുറഞ്ഞ വ്യക്തി തന്നെയാണ്. ഇനി മറ്റൊരു സിനാരിയോ തന്നെ നോക്കാം. കീം സ്കോർ 2 പേർക്ക് ഒരാൾക്ക് കുറവും കൂടുതലാണ്. പക്ഷെ ഒരാൾ OBC കാറ്റഗറിയിലും മറ്റേ ജനറൽ കാറ്റഗറിയിലുമാണ് എങ്കിൽ എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും OBC കാറ്റഗറിയിൽ ഇരിക്കുന്ന ആൾക്ക് കൂടുതൽ ഒരു അലോട്ട്മെന്റിലൂടെ സീറ്റ് കിട്ടാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം കീം റാങ്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ജനറലായിട്ടൊരു റാങ്കിനോടൊപ്പം തന്നെ കാറ്റഗറി വൈസ്, അത് SC, ST, OBC, OEC കാറ്റഗറി വൈസ് മറ്റൊരു റാങ്ക് ലിസ്റ്റ് കൂടി ഉണ്ടാകും. അതും ഈ ഒരു അഡ്മിഷൻ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന കീം സ്കോർ വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പറ്റുകയോ ഇല്ല എന്ന് പേടിക്കരുത്. സാധാരണ വ്യക്തികളാണെങ്കിൽ ആ ഒരു ഭയം ഉണ്ടാകും. കാരണം ഒരു കീം ക്വാളിഫൈഡ് മാർക്ക് എന്ന് പറയുന്ന 10 ആണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ഓഫിൽ ഒന്ന് ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഭയപ്പെടണം, ആശങ്കപ്പെടണം. അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഞാൻ പറയുന്നത്, അത്യാവശ്യം നല്ലൊരു കീം സ്കോർ ഉണ്ട്, റാങ്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്കും ഈ ചെറുതായിട്ട് കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പലരിൽ നിന്നും മെസ്സേജ് വരുന്നുണ്ട്, സർ +1 ഇംപ്രൂവ്മെന്റ് എനിക്ക് മാർക്ക് വലുതായിട്ട് കൂടിയിട്ടില്ല, അത് എൻ്റെ കീം റാങ്കിനെ ബാധിക്കുമോ എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, +2 മാർക്ക് കീം റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും അതും 300 ആക്കി നോർമലൈസ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ചേർത്ത് അവസാനം 600 ആ മാർക്കിനനുസരിച്ചാണ് കീം റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ +2 മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ എല്ലാ വിഷയത്തിനെയും കൺസിഡർ ചെയ്യുന്നില്ല, +2 തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമാണ്. അപ്പോൾ +1 പോലും എടുക്കുന്നില്ല. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ +2 സയൻസ് വിഷയങ്ങൾക്കാണ് കൂടുതൽ ഒരു വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മാർക്കും നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന കീം മാർക്കും കൂടി ചേർത്തിട്ടാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് ഇടം പിടിക്കുമോ, എത്രാമതായി ഇടം പിടിക്കും, അതുപോലെ തന്നെ സെപ്പറേറ്റ് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ആശ്വാസമായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.